അത് കുടിച്ച പോലെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു നീ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്പൂട്ടൻ ആദ്യമായിട്ട് പോളിയോ കുടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ തിരുവനന്തപുരത്തല്ല, ഇത് ഇടുക്കി മറയൂരിൽ നിന്ന് നമ്മൾ അവന് പോളിയോ എടുക്കുന്നതാണ്. ആദ്യം സത്യത്തിൽ ഒരു കൺഫ്യൂഷനായിരുന്നു, ഇവിടെ നിന്ന് പോളിയോ കൊടുക്കാൻ പറ്റുമോ, അയ്യോ പോളിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങായി പോയല്ലോ എന്നൊക്കെ ഉള്ള ഒരിതായിരുന്നു. പക്ഷേ ഇവിടെ തിരക്കിയപ്പോഴത്തേക്ക് കേരളത്തിലെ ഏത് ജില്ലയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോളിയോ എടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ അമ്മയും കുഞ്ഞും ബുക്കൊക്കെ വേണം, എന്നാലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് രാവിലെ ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് അമ്പൂട്ടൻ ഇതാ കുളിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അമ്പൂട്ടൻ ഈ ഹിമാലയയുടെ സോപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുറത്തൊക്കെ ഒരുമാതിരി ഒരു ചെറിയ ഒരു കുരുകുര ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം സെബാമെഡിൻ്റെതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചത്. സെബാമെഡ് നല്ലൊരിതാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെബാമെഡിൻ്റെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തപ്പോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഒരുങ്ങി റെഡിയായിട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ കാറ് ജസ്റ്റ് ഒന്ന് പണി എന്നിട്ടുണ്ട്, കാറിൻ്റെ ടയർ പഞ്ചറാണ് ഗൈസ്. അതുകൊണ്ട് നമ്മളിതാ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഈ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ, ഈ കൊച്ചിനെ കൊണ്ടിരിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അമ്മയുടെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടെ ഒരു വണ്ടിയിലും ഞാനും ചേട്ടായും കൂടെ ഒരു വണ്ടിയിലുമായിട്ട് പോകുന്ന. സത്യത്തിൽ ഇതിപ്പോൾ എവിടെ ഏതെങ്കിലും ഒരു നേഴ്സറിയിലാണ് കൊടുക്കുന്നത് അതറിയാം. പക്ഷേ ഇവിടെ 2-3 നേഴ്സറി ഉള്ളത് കാരണം എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ തിരക്കി പിടിച്ച് നമ്മളിതാ പോവാണ്. സത്യത്തിൽ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അമ്പൂട്ടൻ വളരുമ്പോഴത്തേക്ക് അവന് കാണിച്ചു കൊടുക്കണം. കാരണം അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവൻ കാണണം. ഇതൊക്കെ അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്, അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞിലെ എങ്ങനെയാണെന്നൊരു ഓർമ്മ. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും അമ്പൂട്ടനായിട്ടുള്ള വ്ളോഗുകളൊക്കെ എടുക്കുന്ന കേട്ടോ. അമ്പൂട്ടൻ ജനിച്ച് ഒരു 45 ദിവസമുള്ള സമയത്ത് നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ അതൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് അവന് വലിയൊരു ഓർമ്മയായിരിക്കും. കാരണം എനിക്കൊന്ന് 45 ദിവസമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 45 ദിവസം എന്നുള്ള സമയത്ത് ആരും അങ്ങനെ പോകത്തില്ല. പക്ഷെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് അമ്പൂട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട്. കഥ പറഞ്ഞു തീർന്നതിന് മുമ്പ് ഒരു നേഴ്സറി എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ അല്ലാന്ന് കൺഫേമായി. ഇനി അടുത്ത് എവിടെയാണെന്ന് തിരക്കിയപ്പോഴാണ് അവിടെ നിന്നൊരു അടുത്ത് നിന്നൊരു അക്ക പറഞ്ഞു, ഇവിടെയല്ല, കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് മേളിലൊരിതുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ തിരക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് കുറച്ച്, എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ അടുപ്പിച്ച് അത്രേ ഉള്ളൂ. അപ്പം നേരെ അങ്ങോട്ട് പോവാണ്. കറക്റ്റ് സത്യം പറഞ്ഞാൽ ഈ കല്യാണ മണ്ഡപത്തിൽ തന്നെ എന്ന് ചോദിച്ചാലും അല്ല എന്നാണ് ഉത്തരം എനിക്ക് പറയാനുള്ളത്. നമ്മൾ പോയിട്ട് സത്യം പറഞ്ഞാൽ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി വഴി തിരിഞ്ഞ് പോയി. അയ്യോ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം 45 ദിവസമുള്ള അപ്പം അമ്പൂട്ടിനെ കൊണ്ട. ഇതൊക്കെ അവന് വലിയൊരു ഓർമ്മ. അവൻ വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അവന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഈ കഴിഞ്ഞു പോകുന്ന ഈ മഞ്ഞ കളറിലൊരിത്, അതാണ് സത്യത്തിൽ കല്യാണ മണ്ഡപം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോതാ ഈ മഞ്ഞ കളർ കാണുന്നില്ല, ജസ്റ്റ് അതാണ് കല്യാണ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞിട്ടും ഈ പോവാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് കല്യാണ മണ്ഡപത്തിന് ഒരു ജസ്റ്റ് ഒരു ഫ്ലെക്സ് എങ്കിലും വെക്കത്തില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ ചേച്ചിയുടെ താഴോട്ടൊന്നും ജസ്റ്റ് താഴോട്ട് കൂടി പോയി നോക്കും. ഒരു പക്ഷേ എവിടെയെങ്കിലും ആണെങ്കിലും പോളിയോ ബൂത്ത്. എവിടെയൊക്കെ കറങ്ങി ഇതാണ് ഹെൽത്ത് സെന്റർ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ എന്തായാലും
പോളിയോ സെൻ്ററൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് പോളിയോ എടുക്കാനായിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ എനിക്കുള്ളൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ജില്ല ചോദിച്ചിട്ട് പോളിയോ എടുക്കാൻ പറ്റത്തില്ല എന്നല്ല പറയുമെന്നായിരുന്നു. പക്ഷേ അവർ സത്യം പറഞ്ഞാൽ ജില്ല ഏതെന്ന് പോലും ചോദിച്ചില്ല, പേരും ഡേറ്റ് ഓഫ് ബർത്തും മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഈ സൈഡ് ചരിച്ചിരുത്തുന്നത് മരുന്ന് കൊടുക്കാനെന്നുള്ള കാര്യം അമ്പൂട്ടനെ നല്ലോണം അറിയാം. അതുകൊണ്ട് അമ്പൂട്ടൻ പോളിയോ കുടിക്കാൻ പോലും ഇരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ആൻറ്റിയും അമ്മയും ചേച്ചിയും കൂടി പിടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അമ്പൂട്ടൻ 2 തുള്ളി പോളിയോ കുടിച്ചത്. ഒരു വട്ടം അവന് പനി വന്നു, ഒരു വട്ടം അല്ല, ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവന് പനി വന്ന സമയത്ത് ഇതേപോലെ ഞാൻ ചരിച്ച് കിടത്തിയാണ് മരുന്ന് കൊടുത്തത്. അതിനുശേഷം പാല് കുടിക്കാൻ കൂടി അവൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കാറേ ഇല്ല കേട്ടോ. അവൻ അപ്പോഴേ മരുന്ന് കുടിച്ച ഓർമ്മയാണ്. അതുകൊണ്ടാണ് അമ്പൂട്ടൻ ഈ എക്സ്പ്രഷൻ കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്പൂട്ടൻ അങ്ങനെ പോളിയോ കുടിച്ചേട്ടോ. പോളിയോ കുടിച്ച് അങ്ങനെ ഈ ഓട്ടിടൽ സംഭവം അതാണ് എനിക്ക് ഈ കൊച്ചുങ്ങളെ കയ്യിൽ വര ഇടുമ്പോഴത്തേക്ക് ഓർമ്മ പറഞ്ഞാൽ അങ്ങനെ അമ്പൂട്ടൻ കൊച്ചിയിലേതാ ഓട്ടിട്ടുണ്ട്. ഞാനൊക്കെ പണ്ട് പോളിയോ കുടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇതിടുമ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു, ഞാൻ ഓട്ടിട്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ളവരും ഇപ്പോൾ ഓർമ്മ വന്നേ. ഒരു പോളിയോ കൊടുക്കാൻ അറിഞ്ഞൂടാ, അത് കണ്ട സ്ഥലം മൊത്തം ഇട്ട് ചുറ്റിച്ച് കളഞ്ഞു. അതിനായിട്ടാണല്ലോ വീഡിയോ എടുത്തത്. ഇപ്പൊ അത് ഓരോന്നോരോന്ന് പണ്ട് പട്ടിക്കാടായിരുന്നു, ഇപ്പോഴും പട്ടിക്കാട്. പട്ടിക്കാട് അപ്പുറത്താണ്. ഇത് ലക്ഷം ഇടയാവുന്ന ഒരു 20 മിനിറ്റുള്ള വീഡിയോ എങ്ങനെയെങ്കിലും എടുക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഞാനും അമ്പൂട്ടനോട് നമ്മൾ പോളിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നേ. ഇനി അടുത്തത് പോളിയോ എടുത്തതിൻ്റെ അനുഭവങ്ങളും പോളിയോ എടുത്ത വിശേഷവും വോട്ടെടുത്തത് കാണിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉള്ളത്. അപ്പോൾ വീഡിയോയിൽ ആദ്യം കണ്ടത് കണക്ക് അമ്പൂട്ടൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.